ഓം ശാന്തി. പലപ്പോഴും ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെടുന്ന വ്യക്തിത്വം ആരാണെന്നറിയോ? നമ്മൾ തന്നെ. ഞാൻ അവഗണിക്കുന്ന സമയത്താണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ടെൻഷനും നിരാശയും വിഷമൊക്കെ വന്നു ചേരുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അറിയാം. എൻ്റെ വീട്ടിൽ ആർക്കെങ്കിലും ഒരാൾക്കൊരു വിഷമം വന്നു എന്ന് വിചാരിക്കുക. ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ വീട്ടിൽ നിന്ന് ജോലിക്ക് പോയതായിരിക്കുന്ന ആരെങ്കിലും തിരിച്ചു വരുന്നു, അല്ലെങ്കിൽ പുറത്തു പോയ ഒരാൾ ഇങ്ങോട്ട് വരുന്നു, അല്ലെങ്കിൽ നമ്മുടെ മോനോ മോളോ സ്കൂളിലോ കോളേജിലോ പോയ കുട്ടി തിരിച്ചു വരുന്നു. മുഖം വാടി വിഷമിച്ചിട്ടാണ് വരുന്നതെങ്കിൽ ഉടനെ ആ വീട്ടിലുള്ളതായിരിക്കുന്ന സ്നേഹനിധികളായിട്ടുള്ള ആര് തന്നെയാണെങ്കിലും ഓടി ചെന്ന് ചോദിക്കുക, എന്താ പറ്റി, എന്തെന്ന് മുഖാകെ വാടി, എന്താ ഉണ്ടായേ പറയേ. അതിനൊന്നും സമയം കളയണം, നിങ്ങളെ കാര്യം നോക്കാൻ പറഞ്ഞാൽ അത് സാരല്ല, കാര്യങ്ങൾ പിന്നെയും ചെയ്യാലോ, എന്താ പറ്റിയെന്ന് പറയേ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ മനസ്സിൻ്റെ വിഷമം എന്താണെന്ന് കേൾക്കാൻ, ആ കേട്ട കാര്യത്തിന് വേണ്ടി സൊല്യൂഷൻ നമ്മളാലാവുന്ന രീതിയിൽ ഒന്നും പറ്റിയില്ലെങ്കിലും സാരല്ല, ശരിയായിക്കോളും എന്ന് സമാധാനിപ്പിക്കാനെങ്കിലും നമ്മൾ തയ്യാറാവാതിരിക്കില്ല. ശരിയല്ലേ? ചിന്തിച്ചിട്ടുണ്ടോ? അതേസമയം നമ്മുടെ മനസ്സ് കുറച്ച് വിഷമിച്ചിരിക്കുക എന്ന് വിചാരിക്കുക. ഒരാളൊരു കാര്യം നമ്മളോട് മോശമായിട്ട് പറഞ്ഞു, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളെ വിഷമിപ്പിക്കുന്ന രീതിയിലൊരു കാര്യം ഉണ്ടായി, എൻ്റെ മൂഡ് അപ്സെറ്റായി എന്ന് ഞാൻ മനസ്സിലാക്കാറുണ്ട്. എനിക്ക് ഭയങ്കര വിഷമായി, കരച്ചിൽ വരുന്നുണ്ട്, ഉള്ളിൽ വിങ്ങുന്നുണ്ട്. പക്ഷേ കാര്യങ്ങളും ആ അപ്സെറ്റായ മൈൻഡും രണ്ടും ഒന്നിച്ച് എനിക്ക് ചെയ്യേണ്ടതുണ്ടെങ്കിൽ നോർമലി 99% ആളുകളും, 1% എല്ലാത്തിലും എക്സംഷൻ ഉണ്ടായിരിക്കാം, 99% ആളുകളും ചെയ്യുന്ന ഒറ്റ കാര്യം, ആ കാര്യം ചെയ്യുക, ഇതിനെ അങ്ങോട്ട് വിട്ടേക്കുക എന്ന് പറയും. പക്ഷെ കാര്യം ചെയ്യുന്ന സമയത്ത് കുറച്ച് സമയം നിങ്ങളുടെ മനസ്സ് ആ കാര്യത്തിലേക്ക് മുഴുകുമായിരിക്കും. ചെറിയൊരു ഫീലിംഗ് ഒരളവിൽ നമുക്ക് കുറയ്ക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ ആ കാര്യം കഴിഞ്ഞ് വെറുതെ ഇരിക്കുമ്പോൾ വീണ്ടും അതേ ഫീലിംഗ് അതേപോലെ മനസ്സിലുണർന്നു വരികയും ചെയ്യും. അവിടെ മനസ്സ് വിങ്ങിക്കൊണ്ടിരിക്കും. ഇനി ഒരു ഫീലിംഗ്, ഒരു ഇമോഷൻ അതതിൻ്റെ ഊർജ്ജത്തോടു കൂടി എൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിലോ, ബോധ മനസ്സുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ പോയിട്ട് ആ കാര്യം ചെയ്യട്ടെ പിന്നെ ആവാം എന്ന് പറഞ്ഞെങ്കിലും ഉപബോധ മനസ്സ് ആ സമയം മുഴുവൻ ആ ഒരു നെഗറ്റീവ് ഫീലിങ്ങിനെ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 20 മിനിറ്റിന് ശേഷം വീണ്ടും നിങ്ങൾ ഒറ്റയ്ക്ക് വന്നിരിക്കുന്നു, ആ ഫീലിംഗ് അതേപോലെ ഉണർന്നു വരികയാണ്. മീൻസ് ആ 20 മിനിറ്റ് സമയവും നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ ഉള്ളിൽ ആ വേദനിച്ചു കൊണ്ടേയിരുന്നു. ആ ചെയ്യുന്ന കാര്യത്തിൻ്റെ ഇടയിൽ പോലും ഒരു ഗ്യാപ്പ് കിട്ടി ചിലപ്പോൾ വിങ്ങും, ചിലപ്പോൾ കണ്ണ് നിറയും, ചിലപ്പോൾ മുഖം വാടും, ഒക്കെ ഉണ്ടാവും. എന്നുവെച്ചാൽ അർത്ഥം അത്ര സമയം നിങ്ങളെ നെഗ്ലക്റ്റ് ചെയ്ത് വെച്ചു. അതേസമയം നമ്മുടെ ലൈഫിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാകുന്ന സമയത്ത് ഒറ്റ കാര്യം ചെയ്യുക, കുറച്ച് സമയം എന്ത് ചെയ്യുകയാണെങ്കിലും അതിൽ നിന്നൊന്ന് മാറ്റി വെച്ചിട്ട് 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് സ്വയം നമ്മളോട് ചോദിക്കുക, ഇനി അവർ മോശമായി പറഞ്ഞതാണ്, കാര്യം ശരിയാ, ഇപ്പം ആയിക്കോട്ടെ അവർ പറഞ്ഞു, ഇപ്പം എനിക്കെന്താ ചെയ്യാൻ പറ്റുക? അപ്പം നമ്മൾ വേറൊരാളോട് സജസ്റ്റ് ചെയ്യും പോലെ, എൻ്റെ ഒരു കൂട്ടുകാരനെ വീട്ടുകാരോട് പറയും പോലെ, സാരല്ല അത് പോട്ടെ, അത് അവരല്ലേ അവർ പറഞ്ഞു എന്ന് കരുതി ഞാൻ അങ്ങനെ ആയിക്കോളണമെന്നൊന്നും ഇല്ലല്ലോ എന്നൊക്കെ സ്വയം ഉത്തരം കൊടുക്കാൻ, സ്വയം നമ്മൾ അവനവനെ തന്നെ ഉപദേശിക്കാനായിട്ട് ഓട്ടോ സജഷൻ അഥവാ സെൽഫ് അഡ്വൈസിന് വേണ്ടി നമ്മൾ സമയം കണ്ടെത്താൻ 2 മിനിറ്റ്സ് മതിയാവും. ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്ക്. 2 മിനിറ്റ് അതൊന്നും വലിയ കാര്യമല്ല, വിട്ടേക്ക്, അതിൽ നമുക്കൊന്നും ചെയ്യാനില്ല എന്ന രീതിയിൽ സ്വയം അവനവനെ കൗൺസിൽ ചെയ്ത് കഴിഞ്ഞാൽ ആ 2 മിനിറ്റ് സമയം കൊണ്ട് ആ ഫീലിംഗ് പാർട്ട് ഉണ്ടല്ലോ കാര്യത്തിൻ്റെ, 2 മിനിറ്റ് കൊണ്ട് കാര്യം മറക്കൊന്നുമില്ല. പക്ഷേ 2 മിനിറ്റ് സമയം കൊണ്ട് ആ കാര്യത്തിൻ്റെ ഉള്ളിലെ ഫീലിംഗ് പാർട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അത് കഴിഞ്ഞ ശേഷം നിങ്ങൾ കാര്യം ചെയ്യാൻ പോവുകയാണെങ്കിൽ മനസ്സ് ആ സമയത്ത് കാര്യത്തിലേക്ക് മുഴുകും. അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല തോട്ട്സ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് തുടങ്ങുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു എനർജീനെ വീണ്ടും നമുക്ക് റീസ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ എൻ്റെ ലൈഫിൽ എന്നെ ഏറ്റവും കൂടുതൽ അവഗണിക്കുന്ന ആളാരാന്ന് ചോദിച്ചാൽ ഞാൻ തന്നെയായിരിക്കും. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ തന്നെയായിരിക്കും. അതുകൊണ്ട് ആര് അവനവനെ അവഗണിക്കുന്നുണ്ടോ അവരെ എല്ലാവരും അവഗണിക്കുകയും ചെയ്യും. അതിൽ യാതൊരു സംശയവുമില്ല. ആര് അവനവനെ ആദരിക്കുന്നുണ്ടോ അവരെല്ലാവരും ആദരിക്കും. അതുകൊണ്ട് അവനവനെ സ്നേഹിക്കാൻ നമുക്ക് പഠിക്കണം, അവനവനെ ആദരിക്കാൻ പഠിക്കണം. നമ്മുടെ ഉള്ളതായിട്ടുള്ള എന്തെങ്കിലും ഒരു വീക്ക്നെസ് ഉണ്ടെങ്കിൽ ആ വീക്ക്നെസ്സിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഡെയിലി 10 to 15 മിനിറ്റ്സ് നമുക്ക് സ്പെൻഡ് ചെയ്യണമെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ്. ലൈഫിലെ നിങ്ങളുടെ വിജയത്തിലേക്ക് കൊണ്ടുപോകാനുള്ള സ്റ്റെപ്സ് ആണത്. ബാക്കി പുറമേയുള്ളതായിട്ടുള്ള പഠനം, ചെയ്യേണ്ട കാര്യങ്ങൾ, ഇൻവെസ്റ്റ്മെൻറ്റ് ഒക്കെ ഓക്കെയാണ്. പക്ഷെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടത് ഇവിടെ തന്നെയാണ്. ഏറ്റവും ആദ്യം നമ്മൾ ഹീൽ ചെയ്യേണ്ടത് നമ്മളെ തന്നെയാണ്. അതുകൊണ്ട് സെൽഫ് ഹീലിങ്ങിന് വേണ്ടി ഒരു 2 മിനിറ്റ് സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ മതി. അത് വളരെ വേഗത്തിൽ നമ്മുടെ ആ ഒരു എനർജി ഫീൽഡിനെ എഗെയിൻ
റീസ്റ്റോർ ചെയ്യും, അഥവാ എനർജീനെ വീണ്ടും ഊർജ്ജസ്വലമാക്കി നമ്മൾ മാറ്റാൻ പറ്റും. നമ്മുടെ എനർജി ഫീൽഡിനെ ഊർജ്ജസ്വലമാക്കി നമുക്ക് മാറ്റാൻ പറ്റുമെങ്കിൽ എത്ര വലിയ പ്രശ്നമാണെങ്കിലും ആ പ്രശ്നത്തിന് സ്വയമേവ സൊല്യൂഷൻ വന്നു ചേരും. അഥവാ നമ്മുടെ എനർജിയുടെ പോസിറ്റീവ് എനർജി വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് മറ്റു കാര്യങ്ങൾ തന്നെത്താൻ ഇല്ലാതായി പോകും. ഇതേ ടെക്നിക്ക് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഫാമിലി നന്നാക്കാൻ ഉപയോഗിക്കാം. വീട്ടിലൊരാൾ കുറച്ച് മോശം സ്വഭാവമുള്ള ഒരാളെന്ന് തന്നെ വിചാരിച്ചോളൂ. നമുക്ക് പലപ്പോഴും അവരുടെ സ്വഭാവം, അവരുടെ പെരുമാറ്റം ആ വീടിനുള്ളിൽ സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, വിഷമം ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളെ കുത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തെങ്കിലും രീതിയിൽ വീട്ടിൽ ഏതെങ്കിലും ഒരാളുടെ സ്വഭാവ വൈകല്യം ഉണ്ടെങ്കിൽ ആ വീട്ടിലെ എല്ലാ അംഗങ്ങളും കൂടി ഇത്തരത്തിൽ അവർ നല്ലവരാണ്, അത് നല്ലതേ ആയിക്കോളും, സാരല്ല, അവൻ ദ ബെസ്റ്റ് ആവും, നമ്മുടെ വീട്ടിലെ കുട്ടിയല്ലേ, എന്തായാലും ഇങ്ങനെ ആയിക്കോളും, ഈ രീതിയിൽ നിരന്തരമായിട്ടുള്ള പോസിറ്റീവ് തോട്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ ആ എനർജി സ്വാഭാവികമായിട്ടും നമ്മുടെ ചുറ്റും ഉണ്ടാക്കുന്ന ഓറ പോലെ തന്നെ ഊർജ്ജമണ്ഡലം പോലെ നമ്മുടെ വീടിന് ചുറ്റും ആ അന്തരീക്ഷ മണ്ഡലത്തിലും ആ ഊർജ്ജം നിറയ്ക്കാൻ തുടങ്ങും. പതുക്കെ പതുക്കെ, വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റില്ലെങ്കിൽ പോലും വളരെ പതുക്കെ അവരുടെ ഉള്ളിലും പോയിട്ട് ഇതേ തോട്ട്സ് പോയിട്ട് ടച്ച് ചെയ്യാൻ തുടങ്ങും. അവർ നല്ലതാണ്, അവർക്ക് ഇങ്ങനെ വേണം പെരുമാറാൻ, മറ്റു വിധത്തിൽ പെരുമാറാൻ പറ്റില്ല, ഞാൻ ഈ വീട്ടിലെ കുട്ടിയാണ്, എനിക്ക് ഇങ്ങനെ ആവണം, ഈ രീതിയിൽ അവരറിയാതെ അവരുള്ള തോട്ട്സ് കയറി വരാൻ തുടങ്ങും. നിരന്തരമായിട്ട് നിങ്ങൾ ഇത്തരത്തിൽ പോസിറ്റീവ് തോട്ട്സ്, പരമാത്മ മഹാവാക്യത്തിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ശുഭഭാവനയുടെ ശക്തി എന്നാണ് ഭഗവാൻ ഈ കാര്യത്തിന് വേണ്ടി പറയുന്നത്. നമ്മുടെ ഉള്ളിൽ നിന്ന് ശുഭഭാവനയുടെ വൈബ്രേഷൻസ് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ അധികം വൈകാതെ അവരും നമ്മളെപ്പോലെ പരിവർത്തനമാവും. അതേസമയം അവരുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു വീക്കായിട്ടുള്ള കാര്യം കാണുമ്പോൾ അവരങ്ങനെയാണ്, അത് പണ്ടേ അങ്ങനെയാണ്, അതങ്ങനെയാണെന്ന് നമുക്കറിയൊക്കെ അറിയാവുന്നതല്ലേ, ഈ രീതിയിൽ ഓരോ കമൻറ്റ്സ് നമ്മളുള്ളിൽ നിന്ന് വരുമ്പോൾ അവർ അതായിക്ക് തീർത്തുകൊണ്ട് നമ്മൾ ഊട്ടി ഉറപ്പിക്കുകയാണ്, ഊർജം കൊണ്ട് അടിച്ചു ഉറപ്പിക്കുകയാണ്, നീ അതാടാ, നീ അങ്ങനെ പെരുമാറിയാൽ മതിയെന്ന് പറയുകയാണ്. നേരെ മറിച്ചാണെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ളതായിട്ടുള്ള ഹൈലി പോസിറ്റീവ് എനർജി നമ്മുടെ ഉള്ളിലും മാറ്റം കൊണ്ടുവരും, നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൽ ആ മാറ്റം കൊണ്ടുവരും, വീടിൻ്റെ അന്തരീക്ഷ മണ്ഡലം മാറാൻ തുടങ്ങും. പോസിറ്റീവായിട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് അവർക്കും അവനവൻ്റെ കർമ്മപഥത്തിലാണെങ്കിലും ഏത് തലത്തിലാണെങ്കിലും വളരെ ഈസി ആയിക്കൊണ്ട് പോസിറ്റിവിറ്റീനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ ആദ്യം നമ്മളെ ഹീൽ ചെയ്യാൻ 2 മിനിറ്റ് സമയം, നമ്മുടെ ഫാമിലിക്ക് വേണ്ടി ശുഭഭാവന, ഈ 2 കാര്യം ചെയ്താൽ നമ്മളും ഹെൽത്തി ആയിരിക്കും, നമ്മുടെ ഫാമിലി ഹാപ്പി ആയിരിക്കും. നമ്മുടെ ഫാമിലി ഹാപ്പിയാണ്, നമ്മൾ മെൻ്റലി ഹെൽത്തിയാണ് എങ്കിൽ നമ്മുടെ ജീവിതം സന്തോഷം നിറഞ്ഞതാവുകയും ചെയ്യും. അതുകൊണ്ട് 2 മിനിറ്റ് സമയം ഉപയോഗിക്കണം. നമ്മളെ ഹീൽ ചെയ്യാൻ ആദ്യം അവനവനെ കെയർ ചെയ്യണം, അവനവനെ ശ്രദ്ധിക്കണം, അവനവന് ഊർജ്ജം നൽകണം. എന്നാൽ നമുക്ക് ഈ ലോകത്ത് തന്നെ നന്നാക്കാനായിട്ട് സാധിക്കും. ആദ്യം അവനവനിൽ നിന്ന് ആരംഭിക്കാൻ നമുക്ക് തുടങ്ങണം. അങ്ങനെ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ സർവശക്തനായ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.